എന്താടി ഇങ്ങനെ വിളിച്ചു നോക്കിയിരിക്കുന്നു? ആ ഞാൻ തന്നെ. അയ്യോ, ഞാൻ ഇപ്പൊ ശ്രീയേട്ടനെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ. ആ അതല്ലേ വന്നത്. ശ്രീയേട്ടൻ എപ്പോ വന്നു? രാവിലത്തെ ഫ്ലൈറ്റിന്. അയ്യോ, ഇന്ന് വരും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അല്ല, നിന്നെ ഇപ്പൊ കണ്ടിട്ട് ഒരു കല്യാണ പെണ്ണ് മാതിരി ഉണ്ടല്ലോ. ആ ശ്രീയേട്ടൻ ഒരുപാട് കറുത്തു. അവിടെ വലിയ ചൂടല്ലേ? ഏയ്, മരുഭൂമിയല്ലേ, ഭയങ്കര തണുപ്പാ. തമാശ. ശ്രീയേട്ടന് ലീവ് എത്ര ദിവസമുണ്ട്? ലീവൊക്കെ ആവശ്യം പോലെ ഉണ്ട്. അതോർത്ത് നീ വിഷമിക്കണ്ട. എന്ന് വെച്ചാ പഠിത്തം ഉഴപ്പണ്ടാന്ന് സാരം. നിനക്ക് ഞാൻ എന്റെ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാമോ? പറഞ്ഞാൽ അതിന് വേറൊരു സമ്മാനം. അല്ല, ഏയ് നോ ചാൻസ്. ഒരിക്കലും അല്ല. പിന്നെ തോറ്റോ? ആ എന്നാ ഇങ്ങോട്ട് നോക്ക്. അത് കൈയിരിക്കട്ടെ. ഇതെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് കേട്ടോ. അമ്മേ, ഓപ്പയോ ഉടപ്പറന്നോളും എന്നുള്ള ബന്ധത്തിലല്ല, പെണ്ണിന്റെ തള്ള എന്നുള്ള അർത്ഥത്തിലാണ് നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചത്. ഓപ്പയുടെ മോനെ കൊണ്ട് ഓപ്പയുടെ അനന്തരവളെ കല്യാണം കഴിപ്പിക്കുന്നതിന് ഞാൻ എന്താ അഭിപ്രായം പറയാനാ? ഇനിയിപ്പോ ചെറുക്കന്റെ അമ്മ എന്നുള്ളത് എനിക്ക് തനിക്ക് വല്ല അഭിപ്രായം പറയാനുണ്ടോ, അതോ ഞാൻ തന്നെ തീരുമാനിച്ചാൽ? എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. എന്താ? ലതികയെ പ്രസവിച്ചപ്പോഴേ നമ്മൾ തീരുമാനമെടുത്തതാ അവള് ശ്രീകുമാറിനുള്ളതാണെന്ന്. അതെ, പക്ഷെ അതിപ്പോ എടുപിടിയിൽ കയറി നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുള്ളൂ. ഉണ്ട്, അത് ഉടനെ നടത്തണം. എന്താ ഇവിടെ ഇരുന്ന് പറയാനുള്ളതേ ഉള്ളൂ, രഹസ്യമൊന്നുമല്ല. ചെവി അങ്ങോട്ട് മാറ്റി വെച്ചേ. അതെ, പ്രായമായ പിള്ളേരാ, അത് തന്നെ. അത്രേ ഉള്ളു. തന്റെ ഒരു വെപ്രാളം കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ട് പെണ്ണിനുമല്ല, ചെറുക്കൻ ഇന്നലെ വന്നിട്ടേ ഉള്ളേ. അല്ല, അമ്മയുടെ അഭിപ്രായം ചോദിച്ചില്ല. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവൂടെ ഉള്ളൂ. അതെ, ഇവിടെ അമ്മയുടെ അഭിപ്രായം എന്താ? എന്താ അമ്മയുടെ അഭിപ്രായം? അഭിപ്രായം വേണ്ടിയിരുന്നില്ല. എന്നാൽ ഇനി എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഇക്കാര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനിച്ചാലും അവരൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാണ് ആദ്യം വേണ്ടത്. അങ്ങനെ കാര്യത്തിലേക്ക് കിടക്ക്. വിളിച്ച് ചോദിക്കരണ്ടിനെയും. വിളിക്കാം, ചോദിക്കാം. ശ്രീകുമാര, എന്തോ ഗൾഫിലാണ്, ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ഭാവമൊന്നും എന്റെ മുമ്പിലില്ല. അച്ഛനെന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോഴും എടുക്കും. അമ്മ ഞങ്ങളുടെയൊക്കെ കാലത്ത് 4 പേരുടെ മുമ്പ് വെച്ച് പുടവ കൊടുത്ത് മാല ഇട്ടതിന് ശേഷമേ പെണ്ണും ചെറുക്കനും ഒരുമിച്ച് പെരക്കാത്ത കയറൂ. അതൊരു ചടങ്ങ് തന്നെയായിരുന്നു. അവിടൊക്കെ മറിച്ചായിരിക്കും. ദുബായിലേ തന്നെ വിളിപ്പിച്ചത് തന്റെ പ്ലാനൊക്കെ ഒന്ന് അറിയാനാ. ലീവ് എത്ര നാള്, ഇനിയത്തെ വരവ് എപ്പോ? ഇപ്പോഴത്തെ ലീവ് 10-40 ദിവസമുണ്ട്. പോയാ പിന്നെ 2 വർഷം കഴിഞ്ഞാലേ തിരിച്ചു വരാൻ പറ്റൂ. തനിക്ക് അച്ഛനോടൊരു പേടിയും ബഹുമാനവും ഒക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എന്നാലും ഉള്ള കാര്യം നേരെ ചോദിച്ചറിയാനുള്ളതിനെ ചുമ്മാ ചാണ ഗുണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ, നിനക്ക് കല്യാണം കഴിഞ്ഞാൽ ഇവിടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ല ചേച്ചി, അവളുടെ പരീക്ഷ എഴുതിക്കോട്ടെ. അടുത്ത വരവിനല്ലേ ലതിക ഞാൻ കൊണ്ടുവന്നുള്ളൂ. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുക. നമ്മള് വെറുതെ അച്ഛനും അമ്മയും കളിക്കാവുന്നല്ലാണ്ട്. നീ എന്താ പറഞ്ഞേ? ഇത്തവണത്തെ ഉത്സവത്തിന് 27 ആന ഉണ്ടെന്ന് പറയായിരുന്നു. 27 ആന. ആന നമ്മുടെ കേശവനാരല്ലേ പ്രസിഡന്റ്? പോയി എന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ല. നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്താ ഇത്? ഇത് ഒരു തരം മരുന്നാ.
എന്തിനുള്ളതാ? ഇത് പല്ലുവേദന, നെഞ്ചുവേദന, വയറുവേദന, തലവേദന, ഉളുക്ക്, പനി, ജലദോഷം. അവിടെ വെച്ച് ഇത് കഴിക്കാറുണ്ടോ? എപ്പോഴൊന്നുമില്ല, അസുഖം തോന്നുമ്പോ മാത്രം. ആ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മാവന് സുഖമില്ലെന്ന് പറയുന്ന കേട്ടു. നമുക്ക് ഇത്തിരി കൊടുക്കാം. അമ്മാവാ, പതുക്കെ. മരുന്നല്ലേ, പിന്നെ എന്നാ പതുക്കാക്കുന്നത്? അമ്മാവാ, എന്റെ പൊന്നു മോളല്ലേ, അലമ്പാക്കല്ലേ. ശരി, ഇനി മേലാൽ ഇത് തുടരുത്. മേലാലെന്ന് പറഞ്ഞാൽ? മേലാൽ എന്ന് പറഞ്ഞാൽ മേലാൽ ചാകുന്നത് വരെ. അയ്യോ, അത് കുറച്ച് കടന്ന കൈയായി പോയല്ലോ മോളെ. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. നോ അഡ്ജസ്റ്റ്മെന്റ്. സത്യം ചെയ്യുന്നില്ലയോ? അല്ല അമ്മാവാ, പ്ലീസ്, സത്യം ചെയ്യാം, സത്യം ചെയ്യാം, സത്യം ചെയ്യാം, സത്യം. പിടിക്ക്. ഇനി മേലാൽ ഈ സാധനം ഞാൻ കൈ കൊണ്ട് തൊടുന്നതല്ല. എന്താ മോളെ വിളിച്ചത്? അയ്യോ, ചതിച്ചോ? എന്താടാ അത്? ഒന്നുമില്ല, ഒന്നുമില്ല. നീ എന്താ പുറകിൽ മറച്ചു പിടിച്ചിരിക്കുന്ന ചോദ്യം? ഒന്നുമില്ല ചാ, ഒന്നുമില്ല. ഞാൻ പറയാം അമ്മാവാ, അത് മരുന്നാ. മരുന്നോ? എന്തിനുള്ളതാ? അതൊരുമാതിരി എല്ലാ അസുഖത്തിനും പറ്റുമെന്നാ ശ്രീയേട്ടൻ പറയുന്നത്. അതൊന്നും എല്ലാ അസുഖത്തിനും പറ്റുന്നൊരു മരുന്ന്. അമൃതോ? ചോദിച്ചു കേട്ടില്ലടാ, എന്ത് മരുന്നാണെന്ന്. അത് കഴിക്കാനുള്ളതാ, പുറത്ത് പറയാൻ കൊള്ളില്ല എന്ന്. പുറത്ത് പറയാൻ കൊള്ളരുതാത്തൊരു മരുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറിയുന്നേ. നീ ആ കൈ കൊണ്ട് നീട്ടിയടാ. എടാ, കൈ കൊണ്ട് നീട്ടാൻ. നിങ്ങളൊന്ന് മണത്ത് നോക്കിയേ. എന്താ, അത് തന്നെയല്ലേ? ചെറുക്കനെ പേടിച്ചാണോ സത്യം പറയാത്തെ? അത് തന്നെയല്ലേ ഒന്ന്? അതെ, അത് തന്നെ. നീ എന്ത് ഭാവിച്ചുണ്ടാടാ? എങ്ങാണ്ട് എടുത്താ പൊങ്ങാത്ത ഒരു ജോലി കിട്ടിയെന്നും പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം ചെയ്യാവുന്നോ? നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ സ്വഭാവം? ചോദിക്കാൻ പറയാൻ ആരില്ലെന്ന് വിചാരിച്ചാ ഈ തോന്നിവാസം? ഇല്ല ചാ, ഞാൻ വെറുതെ ഒരു തമാശക്ക്. തമാശക്കോ? അടിച്ച് നിന്റെ ചെപ്പ. വേണ്ട മാവാ, ഇനി തൊടില്ലെന്ന് ശ്രീയേട്ടൻ സത്യം ചെയ്തു. സത്യം ചെയ്തോടാ. നിങ്ങൾ ആ ഗ്ലാസിങ് തന്നെ അതിങ്ങോട്ട് തരാൻ. മണത്തോണ്ടങ്ങ് നിക്കുക. ഊണ് കഴിക്കാൻ വന്നാട്ടെ. വാടി, വാടാ. ആണായിട്ടും പെണ്ണായിട്ടും ഒരുത്തനെ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് ലാളിച്ച് എന്തും ചെയ്യാവുന്ന ഇല്ലേ? ആഹാ, നീ രാവിലെ മുതലേ അകത്ത് കയറി കഥയടച്ച് കുത്തിയിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എവിടെ എവിടെ എവിടെ? ഇതാ താഴെയുണ്ട്. ഇതേതനം വെള്ളം ഒഴിക്കേണ്ടതോ ഒഴിക്കേണ്ടാത്തതോ? അത് ശീലം പോലെ ആകാം. എനിക്ക് ഒന്നും ശീലമില്ലാത്തതുകൊണ്ടാ നിന്നോട് ചോദിച്ചത്. ശാസ്ത്രം തെറ്റിക്കണ്ട. ആഹാ, നീ അങ്ങോട്ട് ചെല്ലേ. അവൾ എന്ന് നിന്റെ അമ്മയോട് പറയും. അവൾ എന്നെ മൂക്കൊണ്ട് അരസി വരപ്പിക്കും. ചെല്ല, അങ്ങനെ ഇരിക്കും. നീ ചെല്ലേ, ചെല്ല. കണ്ടാലേ പേടി തോന്നുന്നു. പിന്നെ ഇങ്ങനെ കഴിക്കുക. അല്ല, ശ്രീയേട്ടന് മീനൊക്കെ അറിയാം. കണ്ട ഗൾഫ് കൺട്രീസിലെ കിടക്കുന്നതല്ലേ, ഇതൊക്കെ പഠിച്ചാലേ പറ്റുള്ളൂ. നീ അതിന്ന് പറഞ്ഞ് പഠിക്കേ. എന്റെ ഒരു പേടി. നിന്നെയും കെട്ടിക്കൊണ്ട് എന്റെ കാര്യം കുഴപ്പത്തിലാവൂടി. നീ പോയി ആ മസാലപ്പൊടിയൊക്കെ എടുത്തോണ്ടോ. അമ്മ വരുന്നതിന് മുമ്പേ പാചകം ചെയ്തില്ലെങ്കിലേ കാര്യം ആ കുഴപ്പത്തിലാവും. ഗംഭീരവശം കഥ. ഗോപാലനാശാന്റെ പാഞ്ചാലി. എനിക്ക് എന്ന് 10-12 വയസ്സേ പ്രായം ഉണ്ടാവും. ശ്രീവേഷം എന്ന് പറഞ്ഞാൽ ആശാന്റെ വേഷ വേഷം കണ്ടിട്ടുണ്ടോ? വരരെ കേട്ടിട്ടുള്ളൂ. ആ, കണ്ടാലേ മനസ്സിലാവും. ഒരു അതിശോക്തിയില്ല എന്റെ വരരെ. കൊത്തിയാവും. ഞാനെന്ത് ചെയ്തു? കളി കഴിഞ്ഞ് ആശാൻ അരങ്ങത്തുനിന്ന് ഇറങ്ങിയപ്പോ ഞാനും പുറകെ കൂടി കൂട്ടുവലയിലേക്ക്. എന്തിനായിരിക്കും? അതിപ്പോൾ പറഞ്ഞില്ലേ, പെണ്ണ് തന്നെയാണെന്നാ എന്റെ ധാരണ. വേഷം മാറുന്നൊന്ന് കാണുക, അത്രേ ഉള്ളൂ. ഈ കൗമാര കൗതുകം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. പുടവ അഴിച്ചപ്പോഴല്ലേ എന്റെ വരരെ ചെണ്ടക്കോല് പോലെ വളഞ്ഞ 2 കാലും വസൂരിക്കുത്തുള്ള മുഖവും. എന്താ ഒരു മണം.
ആ അതെ, ഗൗരിക്കുട്ടി ഇവിടെ ഇല്ല. അനന്തരവളുടെ പാചകമാ. മണം കേട്ടാ അറിയാൻ ഗുണം. മണം കേട്ടിട്ട് മീനാവാനാ വഴി. നീനോ? ആർക്കറിയില്ലേ, കാവുങ്ങാട്ടിലത്തെ തിരുമേനിയായ എന്റെ അച്ഛൻ. എന്റെ ഓർമ്മയായിട്ട് ഇന്ന് വരെ ഈ വീട്ടിൽ ഈ വക സാധനം ഒന്നും കേട്ടിട്ടില്ല. ഇത് ഉരുളക്കിഴങ്ങ് മസാലയാവാനാ വഴി. എന്തായാലും ഇത് മീൻ തന്നെ. എന്നാ വാരര് ചെല്ലേ. ആ. ഊണിന് മുമ്പ് ഒരു കുളിയുള്ളത് മുടക്കണ്ട. ആ അത്താഴപ്പൊഴി നിന്നോട് വരണം. ഓ, ഓ. കഥ ബാക്കി കിടക്കുന്നു. ഇല്ല, അത് പിള്ളേരാ. ഞാനില്ല. അയ്യോ അല്ല, അവരാ പിള്ളേര്. അടിക്കല്ലേ, അടിക്കല്ലേ. കുളിക്കാം, കുളിക്കാം. ഓ കേട്ടു.